So hello guys, welcome back to the video. So കുറച്ച് പേര് നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും കമന്റ് ബോക്സിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു 30,000 rupees ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോൺസിന്റെ വീഡിയോ ഇടാവുന്നു. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 30,000 rupees ബഡ്ജറ്റ് റേഞ്ചിൽ വാങ്ങാവുന്ന 5 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ആണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സൈഡിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡത്തെ ഹൈപ്പും കൂടെ ചെയ്ത് വയ്ക്കുക. പിന്നെ ഇൻസ്റ്റാഗ്രാമും ആരെങ്കിലും ഒക്കെ ഫോളോ ചെയ്യുക. വേറെ ഒന്നുമില്ല. അപ്പോൾ കൂടുതൽ മഞ്ഞ് പോരടിപ്പിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടേതാണ്, മോട്ടോ H60 Pro. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. ഒരു നല്ല ഡിസ്പ്ലേയും നല്ലൊരു പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയും ബാറ്ററി കപ്പാസിറ്റിയൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120 Hzൻ്റെ 1.5K POLED കോഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ 4 സൈഡും കർവ് ചെയ്ത ഡിസ്പ്ലേ ആണ്. സോ കോഡ് കർവ്ഡ് ഡിസ്പ്ലേ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekൻ്റെ Dimensity 8350 Extreme എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഏകദേശം ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ഒക്കെ തന്നെ ഈ ഒരു സാധനത്തിലും കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 10 മെഗാപിക്സൽ പ്ലസ് 50 മെഗാപിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെൻറ്റ്സ്. 50 മെഗാപിക്സലിൻ്റെ തന്നെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറ എന്നും ബാക്ക് ക്യാമറ എന്നും. സോ അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സാധനത്തിലും കിട്ടും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAhൻ്റെ ഒരു M&M ബാറ്ററിക്കാണ് കൊടുത്തിരിക്കുന്നത്. 90 വാട്ട്സിൻ്റെ ടർബോ പവർ ചാർജറൊക്കെയാണ്. പിന്നെ 15 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ്ങും ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഔട്ട് ഓഫ് ദി ബോക്സ് 115 വരുന്നത്. LPDDR5Xും UFS 4.0 ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ IP6869 സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ട്. സോ വെള്ളത്തിലേക്ക് കൊണ്ടിട്ട അങ്ങനെയൊന്നും ചെയ്യല്ലേ. സോ ഈ ഒരു 30K ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. ഏകദേശം ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും പിന്നെ 6000 mAhൻ്റെ ഒരു M&M ബാറ്ററി ലൈഫും ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ നമ്മുടെ മോട്ടോ H60 Proയുടെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+ 256GB ROM വേരിയൻറ്റ് 28,999 ആണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് ഈ ഒരു സാധനം 24,699 രൂപയ്ക്ക് വാങ്ങാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും. നിങ്ങൾ ഒരുപാട് പേര് ഈ ഒരു ലിസ്റ്റിൽ കാണും എന്ന് വിചാരിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും നമ്മുടെ iQ Neo 10R. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസിൽ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഗെയിമിംഗ് സ്മാർട്ട് ഫോണൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം നോക്കാവുന്നതാണ്. പിന്നെ അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സാധനത്തിലും കിട്ടും. നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 144 Hzൻ്റെ 1.5K ഫ്ലാറ്റ് AMOLED ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 3 ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസ് തന്നെ ഈ ഒരു സാധനത്തിൽ കിട്ടും. നിങ്ങളൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം ഉറപ്പായിട്ടും പരിഗണിക്കാവുന്നതാണ്. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയൊക്കെയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സാധനത്തിലും കിട്ടും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6400 mAhൻ്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 80 വാട്ട്സിൻ്റെ ഫ്ലാഷ് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് 115 വരുന്നത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഗെയിമിംഗ് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു iQ Neo 10R പരിഗണിക്കാവുന്നതാണ്. സോ നമ്മുടെ iQ Neo 10Rൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+ 120GB ROM വേരിയൻറ്റ് 28,429 രൂപയ്ക്കാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 27,007 രൂപയ്ക്ക് വാങ്ങാവുന്നതാണ്. യെസ്. സോ 30,000 rupeesന് താഴെ ഒരു ബെസ്റ്റ് ഗെയിമിംഗ് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം ഉറപ്പായിട്ടും പരിഗണിക്കാവുന്നതാണ്. നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയൊക്കെ വെച്ചാണ് വരുന്നത്. നമ്മുടെ PWM ഡിമ്മിങ് ഒക്കെ വരുന്നുണ്ട്. സോ ഐ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ അത്രേ ഉള്ളൂ. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടേതാണ്, റിയൽമി GT70. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു നല്ല പെർഫോമൻസിലും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയും അത്യാവശ്യം ഒരു നല്ല ബാറ്ററി കപ്പാസിറ്റിയൊക്കെ വെച്ച് വരുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു റിയൽമി GT70 പരിഗണിക്കാവുന്നതാണ്. അത്യാവശ്യം ഒരു കിടിലം പെർഫോമൻസ് ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.8 ഇഞ്ചസിൻ്റെ 1.5K AMOLED ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. 120 Hzൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekൻ്റെ Dimensity 8400 Max എന്ന് പറയുന്ന പ്രോസസ്സറാണ്. സോ 30K ബഡ്ജറ്റ് റേഞ്ചിൽ അത്യാവശ്യം ഒരു കിടിലം പെർഫോമൻസ് ഒക്കെ ഈ ഒരു സാധനത്തിലും കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ് വരുന്നത്. 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറ എന്നും ബാക്ക് ക്യാമറ എന്നും. സോ അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ ഈ ഒരു റിയൽമി GT70 കിട്ടും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 7000 mAhൻ്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 120 വാട്ട്സിൻ്റെ സൂപ്പർ ബുക്ക് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് 115 വരുന്നത്. പിന്നെ IP69 റേറ്റിംഗ് ഒക്കെയാണ്.
സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ അതൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിയൽമി GT70 പരിഗണിക്കാവുന്നതാണ്. സോ നമ്മുടെ ഈ ഒരു റിയൽമി GT70യുടെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+ 256GB ROM വേരിയൻറ്റ് 28,890 രൂപയ്ക്കാണ് വരുന്നത്. പിന്നെ നമ്മുടെ സാംസങ്ങിൻ്റെ ഗാലക്സി S24 FEയും ഒരു നല്ല ചോയ്സാണ്. പക്ഷേ ഇപ്പം അറിയാലോ പ്രൈസ് കൂടുതലാണ്, അപ്പോൾ അത് കുറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ നത്തിങ് ഫോൺ 3A പ്രോയും ഒരു നല്ല ചോയ്സാണ്, വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടേതാണ്, പോക്കോ F7. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനവും പരിഗണിക്കാവുന്നതാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോക്കോ F7 പരിഗണിക്കാവുന്നതാണ്. ചെറുതായിട്ട് ചൂടാവുന്ന പരിപാടിയൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു നല്ല പെർഫോമൻസും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്നൊരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120Hz 1.5K AMOLED ഡിസ്പ്ലേനോട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 4 ആണ്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസ് തന്നെ ഈ ഒരു സാധനത്തിൽ കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 MP മെയിൻ ക്യാമറയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, പ്ലസ് ഒരു 8 MP ഒരു ക്യാമറയും 20 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സാധനത്തിലും കിട്ടും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 7550 mAh ബാറ്ററിയൊക്കെയാണ് വരുന്നത്. 90 വാട്ട്സിൻ്റെ ടർബോ ചാർജാണ്. സോ അത്യാവശ്യം ഒരു നല്ല ബാറ്ററി കപ്പാസിറ്റി ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോൺ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയും ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോക്കോ F7 പരിഗണിക്കാവുന്നതാണ്. സോ നമ്മുടെ ഈ ഒരു പോക്കോ F7ൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 12+ 256GB ROM വേരിയൻറ്റ് 31,999 ആണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 30,399 രൂപയ്ക്ക് വാങ്ങാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് OnePlusൻ്റെതാണ്, OnePlus Nord 5. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കാം. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ഒരു കിടിലം പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയും ഒക്കെ വെച്ച് വരുന്നൊരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.83 ഇഞ്ചസിൻ്റെ 1.5K സ്വിഫ്റ്റ് AMOLED ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. 144 Hz റിഫ്രഷ് റേറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ പ്രോസസ്സറിലേക്ക് വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 3 ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസ് തന്നെ ഈ ഒരു സാധനത്തിലും കിട്ടും. നമ്മുടെ ഈ ഒരു 8S Gen 3 എന്ന് പറയുന്നത് നമ്മുടെ IQ Neo 10R കൊടുത്തിരിക്കുന്ന ചിപ്സെറ്റാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസ് തന്നെ ഈ ഒരു സാധനത്തിൽ കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 MP മെയിൻ ക്യാമറയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, പ്ലസ് ഒരു 8 MP ഒരു ക്യാമറയും 50 MP ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറ എന്നും ബാക്ക് ക്യാമറ എന്നും. കിടിലം ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സാധനത്തിലും കിട്ടും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6800 mAh ബാറ്ററിക്കാണ് കൊടുത്തിരിക്കുന്നത്. 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ബോക്സ് 115 വരുന്നത്. പിന്നെ IP65 റേറ്റിംഗ് ഇവിടെ കിട്ടുന്നുള്ളൂ. പിന്നെ ഈ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. LPDDR5X UFS 3.1 വരുന്നത്. സോ നമ്മുടെ OnePlus Nord 5ൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+ 256GB ROM വേരിയൻറ്റ് 32,731 രൂപയ്ക്കാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 31,094 രൂപയ്ക്ക് വാങ്ങാവുന്നതാണ്. സോ ഇതൊക്കെയാണ് 30,000 rupees ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന 5 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സൈഡിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. പിന്നെ ഇനി ഏത് ബഡ്ജറ്റ് റേഞ്ചിലെ സ്മാർട്ട് ഫോൺസിൻ്റെ വീഡിയോ വേണ്ടെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ. ഇതുപോലെ മറ്റു വീഡിയോയിൽ കാണും വരെ ബൈ.